നമസ്കാരം. വളരെ രുചികരവും എന്നാൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ തീ കുറച്ച ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം. തുടർന്ന് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം. 3 വെളുത്തുള്ളിയും 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ചാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കാം. കഴിവതും ചതച്ച് തന്നെ ചേർക്കുക. കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരുന്നത് ഈ ചതച്ച് ചേർക്കുമ്പോഴാണ്. ഇനി ഇവ വെറും ഒരു 10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഉള്ളിയുടെ കളർ ചെറുതായി ഒന്ന് മാറി തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റേണ്ടതാണ്. ഇനി ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. ഇത് ഏകദേശം ഒരു 15 ബീൻസാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ബീൻസ് ആവശ്യമുള്ളവർ അതനുസരിച്ച് മറ്റ് ചേരുവകളും മാറ്റം വരുത്തുവാൻ ശ്രമിക്കുക. 1/2 മിനിറ്റ് നേരം വഴറ്റിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ നോക്കുക. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. തുടർന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് തുടർച്ചയായി 1 മിനിറ്റ് നേരം വഴറ്റുക. അതിനുശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ച ശേഷം ഓപ്പൺ ചെയ്യാം. അല്പനേരം കൂടി വഴറ്റുക. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഈ അളവിൽ ഈ ഉപ്പ് കൃത്യമായിരിക്കും. വളരെ രുചികരമായ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു രുചിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.